നീ എത്തിയോ? എന്തായിരുന്നു വൈകിയത്? അത് മഴയായിട്ട് ഉച്ചയ്ക്ക് കുറെ നേരം കയറിയിരുന്നേ. അപ്പൊ അത് കണക്കാക്കി വൈകുന്നേരം കുറച്ച് കൂടുതൽ പണിയെടുത്ത് കൊടുത്താ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മഴയായ അങ്ങനൊക്കെ തന്നെയാണ്. അതും വേണ്ട ബാക്കി പണിങ്ങൾ ചെയ്യാൻ നിക്കുക. സമയമായ നിനക്ക് വന്നൂടെ? അതൊരു പാവം പിടിച്ച ആൾക്കാരമ്മ. പിന്നെ നമ്മൾ മേടിക്കുന്ന കൂലിക്കനുസരിച്ച് പണിയെടുക്കണ്ടേ. നീ ഇങ്ങനെ പാവം പറഞ്ഞ് നടന്നോ? ഇക്കാലത്ത് ഇങ്ങനെയാണെങ്കിലേ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് പോട്ടെ, നീ കൂലിങ് എടുത്തേ. ഇതെന്താടാ, ഇതിൽ 600 നിനക്ക് 1000 കൂലി, ബാക്കി പൈസ എവിടെ? അത് കഴിഞ്ഞ ഞായറാഴ്ച വായനശാല ഫണ്ടിന് എന്റെ പൈസ ഇല്ലാണ്ട് ഞാൻ ദിനേശനോട് മേടിച്ചു കൊടുത്താ. ആ 400 രൂപ തിരിച്ചു കൊടുത്താ. ഓ ശരി, നീ കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. അമ്മേ, അമ്മ, ഈ അമ്മ എവിടെ പോയതാ? രാവിലെ തന്നെ ചെരുപ്പും പൊട്ടി. എന്താടാ, നീ ഇതുവരെ പോയില്ലേ? ഇല്ലമ്മേ, എന്റെ ചെരുപ്പ് പൊട്ടിയിരിക്കുന്നു. ഞാൻ എത്ര നേരം അമ്മനെ വിളിക്കുന്നത്. രാവിലെ തന്നെ എവിടെ പോയതാ? ഞാൻ ആ ബിന്ദുവിന്റെ വീട്ടിൽ പോയതാ. നല്ല മഴയായിട്ട് അയൽക്കൂട്ടത്തിന് പോകാൻ പറ്റിയില്ലല്ലോ, അതിന്റെ പൈസ കൊടുക്കാൻ പോയതാ. പിന്നെ അമ്മേ, ഒരു 200 രൂപയോട്ടെ ഒരു ചെരുപ്പ് മേടിക്കാനാ. 200? അതിന് എന്റെ എവിടുന്നാടാ? നീ ഇന്നലെ ആ കൂടി 600 രൂപയിലെ തന്നത്. അതിൽ 500 ബിന്ദുവിന് കൊടുത്തിട്ട് വരിക. ബാക്കി 100 രൂപയ്ക്ക് വല്ല മീനും കിട്ടിയാ വാങ്ങിക്കണം. അല്ലെങ്കിൽ നീ പണിക്കല്ലേ പോകുന്നത്? നീ ഒരു കാര്യം ചെയ്, തിരുവങ്ങൂർ മനോജിന്റെ ഷോപ്പിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങിട്ട് പോ. വരുമ്പോ പൈസ കൊടുത്താ പോരെ? ഞാൻ പോയിട്ട്. അയ്യോ, എടാ മോനെ, ഒന്നവിടെ നിന്നേ. എന്താ അമ്മേ? അത് മോനെ, നിന്റെ ചേച്ചിനെ പ്രസവിച്ചയക്കാൻ വേണ്ടി കുടുംബശ്രീന്ന് 50,000 എടുത്തല്ലേ, അത് ഇനിയും കുറച്ച് അടയ്ക്കാൻ ബാക്കിയുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ ഒരു സൗകര്യവും തരുന്നില്ല. നീ ഒരു കാര്യം ചെയ്, വരുന്ന സമയത്ത് ഒരു 3000 രൂപ ആയിരത്തിന് കടം വാങ്ങിച്ചിട്ട് വാ. അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച അതുകൊണ്ട് കൊടുത്താലേ പെണ്ണുങ്ങളെ കുറച്ച് മിണ്ടാതിരിക്കുമല്ലോ. ഞാൻ ആരോട് മേടിച്ചായിരുന്നു? എന്തായാലും മറക്കണ്ട. അമ്മ എന്താ പറയണ്ട വന്നേ? ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ വന്നതാ. നീ പണിക്ക് പോവല്ലേ? ഞാൻ പണിക്കിറങ്ങിയതാ. അല്ലമ്മ, എന്താ കാര്യം? നിന്റെ കല്യാണക്കാരൻ സംസാരിക്കാൻ വന്നതാ. എന്റെ കല്യാണക്കാരോ? ഈ പണിക്ക് എനിക്ക് ആര് പെണ്ണ് തരാണ് അമ്മാവാ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ്? നിന്റെ പണിക്ക് എന്തെങ്കിലും കുഴപ്പം? നീ കക്കാനൊന്നും പോകല്ലോ. അന്തസ്സ് ജോലി കഴിച്ചിട്ട് ജീവിക്കുന്നേ. അല്ല, നമ്മള് ബാലുശ്ശേരി പെണ്ണ് കാണാൻ പോയപ്പോ തന്നെ ഓർമ്മയില്ലേ? ഇനി നാണം കട ഞാൻ ഇല്ല അമ്മാവാ. എല്ലാ പെൺകുട്ടികളും മാതിരിയല്ല. ഇത് എനിക്ക് അറിയാവുന്ന ഒരു പാവം കുട്ടിയാ. അവളുടെ വീട്ടുകാരുടെ കാര്യങ്ങൾ ഞാൻ എല്ലാം സംസാരിച്ചു. നീ പെണ്ണ് കാണാൻ മാത്രം വന്നതായി. എന്തായാലും അമ്മാവൻ അമ്മയോടൊന്ന് സംസാരിച്ചേ. ഞാൻ പോട്ടെ, എനിക്ക് പഠിക്കുന്ന സമയം. അപ്പൊ നീ വൈകിക്കണ്ട, നീ വിട്ടോ. അയ്യോ ഏട്ടാ, അവന്റെ കല്യാണം ഇപ്പൊ നടത്താന്നൊക്കെ പറഞ്ഞ അതിപ്പോ എങ്ങനെയാ പറ്റുക? അതെന്താ പറ്റാണ്ട്? ഇപ്പൊ തന്നെ 35 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനി എപ്പോ നടത്താനാ? ഏട്ടന് അറിയാവുന്ന കാര്യല്ലേ. മൂപ്പര് കിടപ്പിലായിട്ട് ഇപ്പൊ എത്രയായി? ചെറിയവനാണെങ്കിൽ ബാംഗ്ലൂർ പഠിക്കണോ. പെണ്ണിനെ കല്യാണം കഴിച്ചവിടെ വലിയ സാമ്പത്തികമൊന്നുമില്ല. അവര് വാടക വീട്ടിലല്ലേ അവിടെ കഴിയുന്നത്. അപ്പൊ അത് അടുത്തെവിടെയോ കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അത്രേ. അവിടെ വീട് കെട്ടണം എന്നൊക്കെയാ പറയണേ. അപ്പൊ ഇവൻ തന്നെ വേണ്ട അതിനൊക്കെ സഹായിക്കാൻ. 23 വയസ്സായില്ലേ? അവിടെ ഉച്ചയല്ലേ ക്ലാസ്സുള്ളൂ. അത് കഴിഞ്ഞ് വല്ല പണിക്ക് പോയിക്കോട്ടെ, എന്നിട്ട് പഠിക്കട്ടെ. അങ്ങനെ എല്ലാവരും ചെയ്യുന്നു. മൂത്തോ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടില്ലേ? അവളുടെ അന്തസ്സൊക്കെ കെട്ടിച്ചു വിട്ട് പിന്നെ കല്യാണം കണ്ടിട്ട് അവളുടെ കാര്യം നോക്കണം പറഞ്ഞ അതൊക്കെ അവിടുത്തെ പരിപാടിയാ. അവനൊരു പാവനെ കൊണ്ട് അമ്മയും മക്കളും കൂടി അവനെ പിഴിയാൻ നോക്ക. അല്ല ഏട്ടാ, അത് ഒരു ആട്ടനുമില്ല. ലക്ഷ്മി, നിനക്ക് മക്കൾ 3, 2അല്ല. അത് മറക്കണ്ട നീ. എല്ലാം ഞാൻ ഉറപ്പിച്ചതാ. അവനെ കൂടി ഞാൻ ഞായറാഴ്ച പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. അവർക്ക് 2 ആൾക്കും ഇഷ്ടമായിട്ട് കഴിഞ്ഞാൽ പിന്നെ കല്യാണം വെച്ച് നീട്ടൂല. എത്രയാടാ വേണ്ടത്? ആണോ? അതിന് നിന്റെ ഏട്ടൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാൻ പറയാ, അവൻ വന്നിട്ട് പൈസ വാങ്ങിച്ചിട്ടേ ഞാൻ ആ വസന്തന്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ആരാ അമ്മാവും പറഞ്ഞതോ?
നിനക്ക് അറിയാലോ മൂപ്പന്റെ സ്വഭാവം. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാലും ഉറച്ചങ്ങോട്ട് നിൽക്കും. ഈ ഞായറാഴ്ച പെണ്ണ് കാണാൻ പോണത്രേ. ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്നാ പറയണത്. അതിന് നിന്നോട് ആരാടാ വരാൻ പറഞ്ഞത്? അവന് 10-35 വയസ്സായില്ലേ. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ചെറിയ രീതിക്കാണ് താലി കെട്ടുക. പിന്നെ നിന്റെ ചേച്ചിന്റെ കല്യാണം നല്ല ആർഭാടത്തിലല്ലേ കഴിച്ചത്. ഇനിയിപ്പൊ നീയും ഉണ്ടല്ലോ, നിന്റെ കല്യാണത്തിന് എല്ലാവരെയും വിളിക്കണ്ടേ. ഇതിപ്പോ അങ്ങനെ ചെറിയ രീതിക്ക് അങ്ങനെ നടന്നു പോട്ടെ. നീ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. ശരി ശരി. അതെ, ഞാൻ പണിക്ക് പോയിട്ടാ കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടും പുറത്തുനിന്ന് കൂട്ടിക്കൊണ്ട് പോകാത്ത ഒന്നും വിചാരിക്കും കേട്ടോ. അത്രയും പണിത്തിരക്കായതുകൊണ്ടാ. അടുത്ത ശനി ഞായർ ലീവാക്കിട്ടേ നമുക്ക് കറങ്ങാൻ പോട്ടോ. അത് സാരില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ PG കഴിഞ്ഞതാന്ന്. വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ട അവിടെ നിന്ന് ഇവിടെ കടം വാങ്ങിച്ച് എന്നെ എത്രത്തോളം പഠിപ്പിച്ചത്. അപ്പൊ BEd കൂടി കഴിഞ്ഞ് ഒരു ടീച്ചർ ആവണമെന്നാ എൻ്റെ ആഗ്രഹം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിൽ എനിക്ക് റെഡിയാക്കി തരുമോ? അപ്പൊ ആ പൈസ കൊണ്ട് എനിക്ക് BEd ചെയ്യാലോ. താൻ ജോലിക്കൊന്നും പോകണ്ടോ, ഞാൻ പണിക്ക് പോകുന്നില്ലേ. BEd അല്ലേ, അത് നമുക്ക് ചെയ്യാം. സത്യം പറഞ്ഞ ഈ BEd എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ അച്ഛൻ തളർന്നു പോയത്. അതിനുശേഷം പിന്നെ പഠിക്കാൻ കഴിയില്ല, ഓരോരോ പണിക്കിറങ്ങി. പഠിപ്പിന്റെ വില എന്താന്ന് എനിക്ക് അറിയാൻ പറ്റും. ഒരുപാട് സ്ഥലത്ത് അതില്ലാണ്ട് നാണം കെട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചേട്ടാ. സന്ധ്യ വന്നോ? ഇത് നീ വെച്ചോട്ടാ. എന്തിനായിട്ടാ? അത് ഞാൻ പണിക്ക് പോയ സ്ഥലത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവനോട് ചോദിച്ചപ്പോ ഈ 2 മാസം കഴിഞ്ഞിട്ട് BEd ക്ലാസ് തുടങ്ങാതാണ്. അപ്പൊ ഇപ്പൊ തന്നെ കുറച്ച് വർഷം എടുത്ത് വെച്ചാ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ. നീ വന്നോ? ഇന്നത്തെ കൂലിങ് എടുക്കടാ മോനെ. ഇതെന്താടാ 500 ഉള്ളൂ? ബാക്കി പൈസ എവിടെ? അതമ്മേ, പണി സൈറ്റിൽ എല്ലാരും കൂടി പുതിയ കുറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കി പൈസ ഞാൻ അതിനടച്ചതാ. കുറിയോ? അതൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 കൂട്ടം ചെലവ് കിടക്കണോ? കിട്ടുന്ന പൈസ ഒന്നിനും തികയുന്നില്ല. നീ ആ കുറിയൊക്കെ വേണ്ട വെച്ചിട്ടേ ആ പൈസ നാളെ തന്നെ തിരിച്ചു വാങ്ങിച്ചിട്ട് വാ. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അത് ഞാൻ എന്തായാലും പറയുന്നുണ്ട്. ഞാൻ പോയി കുളിച്ചിരുന്ന. ഏട്ടാ ഇതെങ്ങോട്ട് പോവാ? ഇപ്പൊ പണി കഴിഞ്ഞ് വന്നില്ലല്ലോ. അതെന്റെ ഫോണിലെ ബാലൻസ് ഇന്ന് രാത്രിയോടെ തീരും. പണിക്കാരൊക്കെ വിളിക്കാനുള്ളതാണേ. അപ്പൊ തിരുവനന്തപുരമായിട്ടൊന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി പോവാ. ബാലൻസ് കഴിഞ്ഞിട്ടില്ലല്ലോ, ഇപ്പൊ നെറ്റ് ഇല്ലേ? ഏട്ടാ അപ്പൊ ഗൂഗിൾ പേ ചെയ്താ പോരെ? അതിന് എന്റെ ഫോണിൽ ഗൂഗിൾ പേ ഒന്നും ഇല്ലടോ. ഗൂഗിൾ പേ ഇല്ലേ? ഏട്ടാ ഫോണിങ് തന്നെ ഞാൻ ചെയ്തെന്നാളാ. അല്ല ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ല. ഇത്രയും കാലം പണിക്ക് പോയിട്ട് അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഒന്നും എടുത്തിട്ടില്ലേ? അതിന് ബാങ്കിലിടാൻ പൈസ എന്തിനും വേണ്ടേ? കൂലി കിട്ടുന്നതേ അറിയുള്ളൂ. പൈസ അവിടെ പോകുന്ന ആർക്കറിയാം. എന്നാ ശരി, ഞാൻ പോയിട്ട്. എടാ മോനെ, എടാ ചെക്കൻ എന്താ ഈ വിളി കേൾക്കാത്ത? ഞാൻ എത്ര നേരം വിളിക്കുന്ന. എടാ മോനെ, ഇന്ന് ലീവായിട്ട് നീ രാവിലെ തന്നെ എവിടെ പോയതാ? ഞാൻ സിഗേഷിനെ കാണാൻ പോയതാമേ. പിന്നെ അത്യാവശ്യമായിട്ടേ നീ ആ പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുക്കണേ. 2 ലക്ഷം രൂപയോ? ഇത്രയും പൈസ ഇപ്പൊ എന്തിനാമേ? നിന്റെ പെങ്ങൾ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടിട്ടില്ലേ, അവരിപ്പോ അവിടെ വീട് വെക്കാൻ പോണത്രേ. രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് വേണ്ട എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ. നീ പേപ്പർ എന്താ വെച്ചാൽ വേഗം ശരിയാക്കിട്ടെ ആ ലോൺ വേഗം എടുക്കാൻ നോക്ക്. അമ്മ ബാങ്കിൽ നിന്നൊക്കെ പേഴ്സണൽ ലോൺ എടുക്കാൻ പറഞ്ഞാൽ അതിന് ഒരുപാട് പലിശ കൊടുക്കേണ്ടി വരും. ഇപ്പൊ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഹൗസ് വാമിങ്ങിന് എന്തെങ്കിലും ചെയ്താ പോരെ?
നീ ഇവിടെ വന്നിട്ട് 1 വർഷം തികഞ്ഞില്ലുള്ളൂ. അപ്പോഴേക്കും ഇവിടുത്തെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട. അതിനിവിടെ ആളുണ്ട്. നീ നാളെ തന്നെ ബാങ്കിൽ പോയിട്ട് ലോണിന്റെ കാര്യം എന്താ വെച്ചാൽ അന്വേഷിക്കേ. എന്തിനാ സന്ധ്യ അമ്മനോട് ഇങ്ങനെ പറയാൻ പോയേ? ഏട്ടൻ വലിയൊരു കുരുക്കിലേക്കാ പോകുന്നത്. ഇപ്പൊ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി എത്ര കടങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ വേണ്ടാ. അതൊക്കെ എങ്ങനെ അടയ്ക്കാനാ? ഒറ്റയ്ക്ക് തന്നെ കഷ്ടപ്പെടണ്ടേ? എടോ, അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? ഏട്ട എല്ലാം വേണം, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ബൈക്ക് മനുവിന് വാങ്ങിച്ചു കൊടുത്ത ഏട്ടനല്ലേ, ഇനി അതിന്റെ ലോൺ അടച്ചു തീർന്നിട്ടില്ല. ഒരു തവണ നമ്മൾ ഈ ബൈക്ക് എടുത്ത് പുറത്തു വന്നപ്പോ അമ്മ എന്തൊക്കെയാ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് അവന്റെ ബൈക്കാണ്, വെറുതെ എടുത്ത് കേട് വരുത്തണ്ടാന്ന്. അവസാനം അങ്ങനെയായിട്ടാ. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. പോയിട്ട് വരാം കേട്ടോ. മോനെ ഒന്നവിടെ നിക്ക്. എന്താണ്? നീ 2 ദിവസമായിട്ട് കൂലിയൊന്നും തന്നില്ലല്ലോ. നിന്റെ അടുത്ത് വെച്ചാൽ ചെലവാകും. ആ പൈസ ഇങ്ങ് തന്നേ. അതോർത്ത് അമ്മ പേടിക്കണ്ട. ഞാൻ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൂലി 2 ദിവസമായിട്ട് ഗൂഗിൾ പേയിലായിരുന്നു തരുന്നത്. നീ ബാങ്കിൽ പോയിട്ട് ആ ലോണിന്റെ കാര്യം അന്വേഷിച്ചാ? ഇല്ലമ്മേ, അവൾക്ക് വേണ്ടി ലോൺ എടുക്കാൻ ഇനി എന്നെ കൊണ്ടാവില്ല. എനിക്ക് അത്രയും കടങ്ങൾ ബാക്കിയുണ്ട്. നമുക്ക് 10-30 സ്വർണം കൊടുത്തില്ല ഞാൻ കെട്ടിച്ചയച്ചത്. അത് പണയം വെച്ച് വീട് പണി തുടങ്ങിക്കോട്ടെ. അല്ലെങ്കിൽ അളിയിപ്പൊ ഗൾഫിൽ പോയില്ലേ, അവരെ കാര്യം ഇനി അവർ നോക്കിക്കോളും. എല്ലാം കൂടി തല്ലി വെക്കാൻ എന്നെ കൊണ്ടാവില്ലമ്മേ. സ്വന്തം ഭാര്യന്റെ കാര്യം കൂടി എനിക്ക് നോക്കാനാവുന്നില്ലമ്മേ. അവളുടെ 2 വള പണയം വെച്ചിട്ടാ ബിഎഡിന് ഫീസ് അടിച്ചത്. ഇനി അങ്ങനെ നടക്കില്ലമ്മേ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് കാര്യങ്ങളല്ലേ. നീ അവനെ മാറ്റിയെടുത്തു അല്ലേ? വന്ന് കേറുമ്പോഴേക്കും കുടുംബം പിരിപ്പിക്കാൻ നോക്ക. അഹങ്കാരി. സ്വന്തം ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കളിപ്പാവെ നിൽക്കുന്ന കാണാൻ അത് ഏത് ഭാര്യ ആഗ്രഹിക്കില്ലമ്മേ. അതിനിപ്പോ എത്ര അഹങ്കാരി എന്ന് വിളിച്ചാലും അതിലെനിക്കൊരു കുഴപ്പമില്ല. 10-22 കൊല്ലമായില്ലമ്മേ ഏട്ടന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് 1 രൂപ പോലും ഏട്ടൻ്റെ അടുത്ത് സേവിങ്സ് ആയിട്ടുണ്ടോ? ഏട്ടൻ അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടല്ലേ മനുവിനിപ്പോ ഒരു ജോലിയാക്കി കൊടുത്തത്. അന്ന് ഈ വീടിന്റെ ലോൺ അടയ്ക്കാൻ ഒരു 5000 രൂപ തികയാണ്ട് അവനെ വിളിച്ചു വെച്ചപ്പോ എന്താ അവൻ പറഞ്ഞത്? അവന്റെ ശമ്പളം അവന്റെ ചെലവിന് പോലും തികയുന്നില്ലാന്ന്. പറയുകയാണെങ്കിൽ വീട് പോലെ ഇളയ മകനുള്ളതാന്നല്ലേ അമ്മ എന്നും പറയാറുള്ളത്. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളമ്മേ. ഏട്ടനും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലോ? ഇനിയെങ്കിലും മക്കളുടെ കാര്യത്തിൽ പക്ഷഭേദം കാണിക്കാതിരിക്കമ്മേ. ഇതുപോലെ മക്കളെ വേർതിരിച്ച് കാണുന്ന, ചൂഷണം ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കുടുംബത്തോടുള്ള ആത്മാർത്ഥ സ്നേഹം കാരണം അതൊന്നും തിരിച്ചറിയാൻ ആ മക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. ഒരുപക്ഷെ അവരുടെ ഭാര്യമാർ അത് തിരിച്ചറിയും അവരെ തിരുത്താൻ നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പേരാണ് അഹങ്കാരി, കുടുംബം പിരിക്കാൻ വന്നവൾ എന്നൊക്കെ. എന്തു തന്നെയായാലും ഇനിയെങ്കിലും എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക. ആരെയും ചൂഷണം ചെയ്യാതിരിക്കുക.